നമസ്കാരം, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ടെക്. ഇത് റിയൽമിയുടെ ഏറ്റവും പുതിയ ഫ്ലാഗ്ഷിപ്പ് ഫോണായ റിയൽമി X2 Pro എന്ന് പറയുന്ന ഒരു ഡിവൈസാണ്. അപ്പോൾ ഇവരുടെ ആദ്യത്തെ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസാണിത്. ധാരാളം പ്രത്യേകതകളുള്ള ഒരു ഫോണാണ്. ഇന്ത്യൻ സ്മാർട്ട് ഫോൺ മാർക്കറ്റിൽ വളരെ മുന്നിലത്തെ നിരയിൽ നിൽക്കുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ് റിയൽമി. ഒപ്പോയുടെ സബ് ബ്രാൻഡായിട്ടാണ് തുടങ്ങിയെങ്കിൽ പോലും ഇപ്പോൾ ഇൻഡിപെൻഡൻറ്റ് കമ്പനിയായിട്ടാണ് റിയൽമി പ്രൊസീഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് ട്രെമൻഡസ് ആയിരുന്നു നമുക്ക് പറയാം. ഇതിലെ മേജർ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് ഇതിലെ സ്നാപ്ഡ്രാഗൺ 855+ പ്രൊസസ്സറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 90 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ഉള്ള ഒരു ഡിസ്പ്ലേ, AMOLED ഡിസ്പ്ലേ ആണ്. ഈ ഫോണിന്റെ ചാർജിങ് സ്പീഡ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. 35 മിനിറ്റ് കൊണ്ടാണ് ഈ ഫോൺ 0 to 100% ചാർജ് ആകുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ചാർജ് ആകുന്ന ഫാസ്റ്റസ്റ്റ് ചാർജിങ് സ്മാർട്ട് ഫോൺ എന്നൊരു സ്ഥാനം കൂടി ഈ ഫോണിന് അർഹമായിട്ടുണ്ട്. പിന്നെ ഇതിൽ ഡോൾബി അറ്റ്മോസ് സ്റ്റീരിയോ സ്പീക്കറൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ വേരിയന്റ് എന്ന് പറയുന്നത് നെപ്റ്റ്യൂൺ ബ്ലൂ എന്ന് പറഞ്ഞ കളറാണ്. 8GB RAM 128GB ROM ഉള്ള ഒരു മോഡലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിലെ ചാർജ് റേറ്റിംഗ് കണ്ടോ, 10 വോൾട്ട് 5 ആംപിയറിലാണ് ഇത് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം ഇതിൻ്റെ ചാർജിങ് സ്പീഡ് നിന്ന നിപ്പിലായിരിക്കും ചാർജ് കയറി പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ പ്രോഡക്റ്റ് ആദ്യം ഒന്ന് അൺബോക്സ് ചെയ്യാം. ബോക്സിനുള്ളിൽ എന്തൊക്കെയാണോ ഉള്ളതെന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫോണിന് വേണ്ട ഒരു TPU കേസ് നൽകിയിട്ടുണ്ട്. പിന്നെ ക്വിക്ക് ഗൈഡും ഇൻഫർമേഷൻ ഗൈഡും എല്ലാം ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇത് തൽക്കാലം മാറ്റി വെക്കാം. നമ്മുടെ ഫോൺ പുറത്തെടുക്കാം. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ. വാവ്, എന്ത് ഗ്ലോസ് ചെയ്യാൻ നോക്ക് സാധനം, എന്ത് ഭംഗിയത് കാണാൻ. സ്ക്രീൻ പ്രൊട്ടക്ടർ അപ്ലൈ ചെയ്താണ് ഈ ഫോൺ വന്നിരിക്കുന്നത്. നമുക്ക് ഈ ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം. ഇതിലൊരു 6.50 ഇഞ്ച് സൂപ്പർ AMOLED സ്ക്രീനാണ് നൽകിയിരിക്കുന്നത്. 1080x2400 ആണ് ഇതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. 20:9 ആസ്പെക്ട് റേഷ്യോ ആണ് ഡിസ്പ്ലേക്ക് നൽകിയിരിക്കുന്നത്. 402 പിക്സൽ പെർ ഇഞ്ചാണ് ഇതിലുള്ളത്. പിന്നെ ഇതിന് ഒരു ഡ്രോപ്പ് നോച്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. മോളിൽ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ സെൽഫി ക്യാമറ കാണാൻ സാധിക്കും. ഇതൊരു 16 മെഗാ പിക്സൽ അപ്പർച്ചർ f2.0 ഉള്ള ഒരു ഫ്രണ്ട് ക്യാമറ ആണ് ഇവർ ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ റിയൽമി ബ്രാൻഡിങ് ഉണ്ട്. അത് ഇച്ചിരി സൈഡിലായി പോയോ എന്നൊരു സംശയമില്ലാതെ എനിക്കില്ല. ഇവിടെ ആയിരുന്നെങ്കിൽ ഐഫോണിലൊക്കെ കാണുന്ന പോലെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെയും വൃത്തിയായിരുന്നു എന്നെനിക്കൊരു ചെറിയ ഒരു അഭിപ്രായമുണ്ട്. പിന്നെ ഇതിൻ്റെ കളർ കാണാൻ നല്ല രസമാണ് കേട്ടോ. ഇതിൻ്റെ ഗ്ലാസ് ബാക്കാണ്. ഈ ഗ്രേഡിയൻറ്റ് കാണാൻ വളരെ ഭംഗിയുണ്ട്. ഞാൻ ഇതുവരെ യൂസ് ചെയ്ത സ്മാർട്ട് ഫോൺസിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗ്രേഡിയൻ്റ് എന്ന് തന്നെ പറയാം. ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 4 ക്യാമറയാണുള്ളത്. അതിൽ 64 MB മെയിൻ ക്യാമറയുണ്ട്. f1.8 ആണ് വാല്യൂ വരുന്നത്. പിന്നുള്ളത് ഒരു 13 മെഗാ പിക്സൽ ടെലിഫോട്ടോ ക്യാമറയാണ്. f2.5 ആണ് അതിൻ്റെ അപ്പർച്ചർ വരുന്നത്. പിന്നുള്ളത് 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ക്യാമറയാണ്. അതിൻ്റെ അപ്പർച്ചർ വാല്യൂ എന്ന് പറയുന്നത് f2.2 ആണ്. പിന്നുള്ളത് ഒരു ഡെപ്ത് സെൻസറാണ്. 2 മെഗാ പിക്സൽ ഡെപ്ത് സെൻസറാണ് ഏറ്റവും അടിയിൽ അവർ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ക്യാമറ സെറ്റപ്പിനെ പറ്റി പറയാനുള്ളത്. പിന്നുള്ള ഗ്ലാസ് നല്ലൊരു പ്രീമിയം ഫീൽ തന്നെ തരുന്നുണ്ട് എന്ന് പറയാം. ഫിംഗർ പ്രിൻറ്റ് അട്രാക്ട് ചെയ്യുന്നുണ്ട്. എന്നാലും ഞാൻ നോട്ട് 10 കണ്ട അത്രയും ഫിംഗർ പ്രിൻറ്റ് ഇതിൽ ഗ്രാബ് ചെയ്യുന്നില്ല. പിന്നെ സൈഡിൽ നോക്കുകയാണെങ്കിൽ അലുമിനിയം ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പവർ ബട്ടൺ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗോൾഡ് ഒരു ലൈൻ പോലത്തെ ഒരു സംഭവമുണ്ട്. അതൊരു വെറൈറ്റി സംഭവമാണല്ലേ. പിക്സലിലൊക്കെ റെഡ് കളറൊക്കെ കൊടുക്കുന്ന പോലെ ഇതിൽ കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ഇതിൽ ആൻറ്റിന നിങ്ങൾക്ക് കാണാം, കണ്ടോ, ഇവിടെയും ഉണ്ട്. പിന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ നോക്കിക്കഴിഞ്ഞാൽ അൾട്രാ ഫാസ്റ്റ് എന്ന് തന്നെ പറയാം. ഇതുണ്ട് 0.2 സെക്കൻഡ്സ് ആണ് ഇത് എടുക്കുന്നത്. ഇത് അൺലോക്ക് ചെയ്യാനായിട്ട് വളരെ ഫാസ്റ്റാണ്. ഞാൻ ഇതുവരെ യൂസ് ചെയ്തതിൽ ഏറ്റവും ഫാസ്റ്റ് എന്ന് തന്നെ പറയാം. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഒപ്റ്റിക്കൽ സെൻസർ യൂസ് ചെയ്യുന്നത്. എൻ്റെ നോട്ട് 10 ആണ് ഞാൻ പ്രൈമറി ഡിവൈസായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ അൾട്രാസോണിക് ഫിംഗർ പ്രിൻ്റ് ആണ്. കുറച്ച് ഡിലേഡ് ആണ്, പക്ഷേ ഇത് നല്ല റെസ്പോൺസീവായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ സൈഡിലൊരു സിം ട്രേ ഉണ്ട്. ഇതിൽ നമുക്ക് 2 സിമ്മാണ് ഇടാൻ സാധിക്കുന്നത്. പിന്നെ ഇതിൻ്റെ താഴെ നോക്കുകയാണെങ്കിൽ ഒരു Type-C പോർട്ടാണ് ഉള്ളത്. ഒരു ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്. അതിപ്പോൾ ഞാൻ വല്ലാണ്ട് മിസ് ചെയ്യുന്നൊരു ഫീച്ചറാണ്. എൻ്റെ 2 ഫോണിലും ഹെഡ്ഫോൺ ജാക്ക് ഇല്ല. അപ്പോൾ റിയൽമിക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ് ഈ ഹെഡ്ഫോൺ ജാക്ക് ഇവിടെ തന്നെ പ്ലേസ് ചെയ്തതിന്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്പീക്കർ ഗ്രില്ല് കാണാൻ സാധിക്കും. സ്റ്റീരിയോ സ്പീക്കേഴ്സാണ്. മുകളിലും താഴെയായിട്ടാണ് സ്പീക്കർ. ഡോൾബി അറ്റ്മോസ് എനേബിൾഡ് ആണ്. നിങ്ങൾക്ക് നല്ല കിഡിലൻ സൗണ്ട് എഫക്റ്റിലൊക്കെ വീഡിയോസൊക്കെ കാണാനും മൂവീസൊക്കെ എൻജോയ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഫോണിനെ പറ്റി പറയാനുള്ളത്. ഇനി നമുക്ക് ബാക്കി ബോക്സിലുള്ള സാധനങ്ങൾ നോക്കാം. ഇനിയാണ് സത്യം പറഞ്ഞാൽ ഈ ഫോണിൻ്റെ മെയിൻ പാർട്ട് വരുന്നത്. ഇതാണ് നമ്മുടെ മെയിൻ സാധനം. സ്റ്റാൻഡേർഡ് USB-A to Type-C കേബിളാണ് ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സൂപ്പർ വൂക്ക് ചാർജിങ് സപ്പോർട്ടുള്ള കേബിളാണിത്. ഇതാണ് നമ്മുടെ ചാർജ് അഡാപ്റ്റർ എന്ന് പറയുന്ന സാധനം. സൂപ്പർ വൂക്ക് ചാർജറാണിത്. അതായത് 50 വാട്ട്സിൻ്റെ ചാർജർ. ഞാൻ ഉപയോഗിക്കുന്ന നോട്ട് 10 ചാർജറിൻ്റെ വാട്ട്സ് എന്ന് പറയുന്നത് 25 വാട്ട്സ് ആണ്. അപ്പോൾ അതിൻ്റെ നേരെ ഇരട്ടി. അപ്പോൾ ഇത് കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 0 to 100 35 മിനിറ്റ്സിലാണ് ചാർജ് ചെയ്യാൻ സാധിക്കുന്നത്. അത് ഒരു കിടിലൻ സംഭവം എന്ന് തന്നെ പറയാം അല്ലേ. ഇനിയിപ്പോൾ എല്ലാ ബ്രാൻഡുകളും ഇതുപോലെ അവരുടെ ചാർജിങ് കപ്പാസിറ്റി ഇമ്പ്രൂവ് ചെയ്യുമെന്ന് ഞാൻ തീർച്ചയായും വിശ്വസിക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യുന്ന ഡിവൈസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് പറയാനുള്ള
ഒരേ ഒരു ഉത്തരം എന്ന് പറയുന്നത് റിയൽമി X2 Pro എന്ന് പറയുന്ന അവരുടെ ഈ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസാണ്. ഞാനിതിൻ്റെ ചാർജിങ് കമ്പാരിസണും സ്പീഡ് ടെസ്റ്റും സംഭവങ്ങളും എല്ലാം വഴിയെ ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതിൽ ഒരു സിം ഇജക്ടർ കൂടെയാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് ഇതിൻ്റെ ബോക്സിലുള്ളത്. നമുക്ക് ബോക്സ് അങ്ങ് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഫോണിൻ്റെ ക്യാമറ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഞാൻ ഇതിൻ്റെ കുറച്ച് സാമ്പിൾ ഫോട്ടോസാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതിൻ്റെ ആദ്യത്തെ 90 Hz ഡിസ്പ്ലേ ഉള്ള ഫോണാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ എനിക്ക് എൻ്റെ സ്മൂത്ത്നെസ് വല്ലാണ്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ കുറേ വീഡിയോസ് കണ്ടായിരുന്നു. അപ്പം 90 Hz ഡിസ്പ്ലേ നിങ്ങൾ യൂസ് ചെയ്താൽ തിരിച്ചു പോകാൻ തോന്നത്തില്ല, അത് യൂസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മാറാൻ തോന്നില്ല, അങ്ങനെ ഒരു സംഭവമൊക്കെയാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ഫീൽ കിട്ടത്തില്ല. നിങ്ങൾക്കൊരു 90 Hz ഡിസ്പ്ലേ ഉള്ള ഫോൺ കയ്യിൽ യൂസ് ചെയ്ത് നോക്കാൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും യൂസ് ചെയ്ത് നോക്കുക. ഈ ഫോണിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ശരിക്കും വ്യത്യാസം എടുത്തറിയാൻ പറ്റുന്നുണ്ട്. ആ റിഫ്രഷ് റേറ്റിൻ്റെ വ്യത്യാസം നല്ല സ്മൂത്താണ് സംഭവം. പിന്നെ ഈ ഡിവൈസിൽ എനിക്ക് തോന്നിയ പോരായ്മ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഇതിൽ Android 9 ആണ് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത്. Android 10 അപ്ഡേറ്റ് വരുന്നു എന്ന് കേൾക്കുന്നു. അത് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. പിന്നെ ഇതിലൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NFC എനേബിൾഡ് ആണ്. അപ്പോൾ അത് ഒരു സർപ്രൈസ് ആയിരുന്നു എന്ന് തന്നെ പറയാം. എക്സ്പെക്ട് ചെയ്തൊരു ഫീച്ചറേ അല്ലായിരുന്നു. അപ്പോൾ NFC ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ നല്ലൊരു സന്തോഷം തോന്നി. പിന്നെ ഒരു നെഗറ്റീവ് തോന്നിയെന്ന് വെച്ചാൽ ഇതിൽ SD കാർഡ് സ്ലോട്ട് ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് നല്ല സ്റ്റോറേജ് യൂസേജ് ഡിമാൻഡ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഹയർ വേരിയൻ്റ് എടുക്കാനേ ഞാൻ പറയുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ പാർട്ടിലേക്ക് കിടക്കാം. ഇതിൻ്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് 2 വേരിയൻസ് ആണ് ഉള്ളത്. 8GB RAM 128GB സ്റ്റോറേജ് ഉള്ള ഡിവൈസാണ് നമ്മളെ ഇരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് 29,999 ആണ്. പിന്നുള്ള വേരിയൻ്റ് എന്ന് പറയുന്നത് 12GB RAM 256GB ഇൻ്റർണൽ സ്റ്റോറേജ് ഉള്ള ഡിവൈസാണ്. അതിൻ്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് 33,999 ആണ്. പിന്നെ ഇതുകൂടാതെ റിയൽമി X2 Pro മാസ്റ്റർ എഡിഷൻ എന്ന് പറയുന്ന ഒരു ഡിവൈസും കൂടി ഉണ്ട്. അത് 2 കളർ വേരിയൻസിൽ അവൈലബിൾ ആണ്, റെഡ് ബ്രിക്ക് ആൻഡ് കോൺക്രീറ്റ്. 12GB RAM 256GB ഇൻ്റർണൽ മെമ്മറിയാണ്. അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 34,999 ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഡിവൈസിൻ്റെ ഫസ്റ്റ് ലുക്ക് വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. നിങ്ങൾ ആദ്യമായിട്ടാണ് മലയാളം ടെക് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ആ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ മലയാളം ടെക്കിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇനിയും ഇതുപോലെ ധാരാളം ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള നല്ല അടിപൊളി വീഡിയോസുമായിട്ട് നമ്മൾ ചാനൽ തിരിച്ചു വരും. അപ്പോൾ വീണ്ടും ഒരു ഉഗ്രൻ ടെക്നോളജി വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. ഗുഡ് ബൈ.